ഇയ്യോബ് അധ്യായം 34. ഏലീഹു പറഞ്ഞു, ജ്ഞാനികളെ എൻ്റെ വചനം കേൾപ്പിൻ, ശ്രോതാക്കളെ എന്നെ ശ്രദ്ധിപ്പിൻ. അണ്ണാക്ക് ആഹാരത്തെ രുചി നോക്കുന്നു, ചെവി വചനങ്ങളെ ശോധന ചെയ്യുന്നു. ന്യായമായത് നമുക്ക് തിരഞ്ഞെടുക്കാം, നന്മയായത് നമുക്ക് ആലോചിച്ചറിയാം. ഞാൻ നീതിമാൻ, ഞാൻ നിർദോഷി, ദൈവം എനിക്കെതിരായി വർദ്ധിച്ചിരിക്കുന്നു എന്ന് ഇയ്യോബ് പറഞ്ഞുവല്ലോ. തെറ്റ് ചെയ്യാതെ നശിച്ചവൻ ആരുണ്ട്? ഇയ്യോബിനെ പോലെ ഒരാളുണ്ടോ? അവൻ പരിഹാസത്തെ വെള്ളം പോലെ കുടിക്കുന്നു. അവൻ ദുഷ്പ്രവൃത്തിക്കാരോട് കൂട്ടുകൂടുന്നു, പാപികളോടുകൂടെ സഞ്ചരിക്കുന്നു. ദൈവത്തോട് ഭക്തനായിരിക്കുന്നത് കൊണ്ട് മനുഷ്യന് പ്രയോജനമില്ലെന്ന് അവൻ പറഞ്ഞു. അതുകൊണ്ട് വിവേകികളെ കേട്ടുകൊള്ളുവിൻ. ദൈവം അനീതിയോ സർവശക്തൻ നീതികേടോ ഒരിക്കലും ചെയ്യുകയില്ല. അവൻ മനുഷ്യന് അവന്റെ പ്രവൃത്തിക്ക് പകരം ചെയ്യും. ഓരോരുവൻ അവനവന്റെ നടപ്പിന് തക്കവണ്ണം കണ്ടെത്തും. ദൈവം ദുഷ്ടത പ്രവർത്തിക്കയില്ല നിശ്ചയം. സർവശക്തൻ ന്യായം മറിച്ചു കളയുകയുമില്ല. ഭൂമിയെ അവങ്കൽ വരമേൽപ്പിച്ചതാര്? ഭൂമണ്ഡലമാകെ സ്ഥാപിച്ചതാര്? അവൻ തൻ്റെ കാര്യത്തിൽ മാത്രം ദൃഷ്ടി വച്ചിരുന്നെങ്കിൽ, തൻ്റെ ആത്മാവിനെ ശ്വാസത്തെയും തിരിച്ചെടുത്തിരുന്നെങ്കിൽ, സകല ജഡവും ഒരുപോലെ അറ്റുപോകും. മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങിച്ചേരും. നിനക്ക് വിവേകമുണ്ടെങ്കിൽ ഇത് കേട്ടുകൊള്ളുക, എൻ്റെ വചനങ്ങളെ ശ്രദ്ധിക്കുക. ന്യായത്തെ പകയ്ക്കുന്നവൻ കുറ്റമറ്റവനല്ല, നിഷ്കളങ്കൻ ശിക്ഷിക്കപ്പെടുകയുമില്ല. അവൻ രാജാവിനെയും അധികാരികളെയും അധർമ്മി എന്ന് വിളിക്കും. അവൻ പ്രഭുക്കന്മാരോട് മുഖപക്ഷം കാണിക്കുന്നില്ല, ദരിദ്രനേക്കാൾ ധനവാനെ ആദരിക്കുന്നതുമില്ല. അവരെല്ലാവരും തൃക്കൈയുടെ പ്രവൃത്തിയല്ലയോ? നിദ്രാവേളയിൽ തന്നെ അവർ മരിക്കുന്നു. എതിർക്കാതെ ബലശാലികൾ നീങ്ങിപ്പോകുന്നു. അവന്റെ ദൃഷ്ടി മനുഷ്യന്റെ വഴികളിന്മേലിരിക്കുന്നു. അവന്റെ നടപ്പ് എല്ലാം അവൻ കാണുന്നു. ദുഷ്കർമ്മികൾ ഒളിക്കുവാൻ അവിടെ ഇരുളില്ല, അന്ധകാരവുമില്ല. മനുഷ്യൻ ദൈവസന്നിധിയിൽ ന്യായവിസ്താരത്തിന് ചെല്ലേണ്ടതിനും അവനിൽ അധികം ദൃഷ്ടി വയ്പാൻ ആവശ്യമില്ല. വിചാരണ ചെയ്യാതെ അവൻ ബലശാലികളെ തകർത്തു കളയുന്നു. അവർക്ക് പകരം വേറെ ആളുകളെ നിയമിക്കുന്നു. അങ്ങനെ അവൻ അവരുടെ പ്രവൃത്തികളെ അറിയുന്നു. രാത്രിയിലേക്ക് അവരെ മറിച്ചു കളഞ്ഞിട്ട് അവർ തകർന്നു പോകുന്നു. ഭയങ്കര സ്ഥലത്ത് വെച്ച് അവർ അവരുടെ ദുഷ്കർമ്മങ്ങളെ ശിക്ഷിക്കുന്നു. അവർ തന്നിൽ നിന്നും തന്റെ മാർഗങ്ങളിൽ നിന്നും തെറ്റി വിവേകമില്ലാതെ പോയി. ദരിദ്രന്റെ പ്രാർത്ഥന അവന്റെ അടുക്കലെത്തും. ഏകാകിയുടെ നിലവിളി അവൻ കേൾക്കും. അവൻ ക്ഷമിച്ചാലാർ ശിക്ഷിക്കും. വഷളനും പാപിയും വാഴാതിരിക്കുവാൻ ഒരു ജാതിക്കായാലും ഒരാൾക്കായാലും അവൻ മുഖം മറച്ചു കളഞ്ഞാൽ ആർ ക്ഷമിക്കും? ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, പാപം കൂടാതെ ഞാൻ നശിപ്പിക്കുകയില്ല എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നതിനാൽ നീ എന്നെ ഉപദേശിക്കണമേ. നീ പരിശോധിച്ചു, ഞാനല്ല നീ അറിയുന്നത് സംസാരിക്കും. ആകയാൽ നീ അറിയുന്നത് പ്രസ്താവിച്ചു കൊള്ളുക. ഇയ്യോബ് അറിവില്ലാതെ സംസാരിക്കുന്നു, അവൻ്റെ വാക്കുകളിലും ജ്ഞാനമില്ല എന്ന് വിവേകമുള്ളവരും എൻ്റെ വാക്ക് കേൾക്കുന്ന ഏത് ജ്ഞാനിയും എന്നോട് പറയും. ഇയ്യോബ് ദുഷ്ടന്മാരെ പോലെ പ്രതിപാദിക്കൊണ്ട് അവനെ അവസാനം വരെ പരിശോധിച്ചാൽ കൊള്ളാം. അവൻ തൻ്റെ പാപത്തോട് കുറ്റം ചേർക്കുന്നു. അവൻ നമ്മുടെ മധ്യേ കൈ കാട്ടുന്നു. അവൻ
ദൈവത്തിനു മുമ്പിൽ വാക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.